പക്ഷേ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ ജനങ്ങളുമായി അടുത്ത് ഇടപഴകാനും ജനങ്ങളോടൊപ്പം ചിലവഴിക്കാനുമാണ് സമയം കണ്ടെത്തുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മഹാപ്രക്രിയയാണ്. എല്ലാവർക്കും വിജയിക്കണം, എല്ലാവർക്കും അധികാരം വേണം. അതിനുവേണ്ടി കഴിവതും ഈ അഹങ്കാരവും ധാർഷ്ട്യവും ചിരിയും ഒന്നും ഇല്ലാത്തവർ പോലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചിരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, ആനുകൂല്യങ്ങൾ നൽകുന്നു, അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും ഇന്ത്യയിൽ കൊളംബിയയും പട്ടായയും മലേഷ്യയും ഒക്കെ കറങ്ങുന്ന രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ ദിവസം തരൂറുമായിട്ടൊക്കെ 2 മണിക്കൂർ ചർച്ചയൊക്കെ നടത്തി. ഇവിടെ ഇങ്ങനെ ഡൽഹിയും കേരളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും കാണാത്ത ഒരാളുണ്ട്, പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാടിന്റെ MP കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമൊക്കെ ആയി. സ്വന്തം ജനങ്ങളെ പോലും ഒന്ന് കണ്ട് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ പ്രിയങ്ക ഗാന്ധി ഒരിടവും കാണാനില്ല. പ്രിയങ്ക ഗാന്ധിയുടെ അവസ്ഥ കുറച്ച് ഗുരുതരമെന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി എന്താ പറയുക പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി ഒന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു നിഗമനം പ്രിയങ്കയ്ക്ക് ഉടലെടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള ചില കിംവദന്തികൾ കേൾക്കുന്നു. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ മാഷിന് എന്താണ് തോന്നുന്നത്? അല്ല, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ നെറേറ്റീവുകൾ, അങ്ങനെ രണ്ടും പറയാം നമുക്ക്. അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? പ്രതിപക്ഷ പാർട്ടികൾക്കകത്താണ്. കോൺഗ്രസിന്റെ അപ്പുറത്തുള്ള പ്രതിപക്ഷങ്ങൾ എന്ന് വെച്ചാൽ BJP, CPM അല്ലെ? കേരളത്തിലാണെന്ന് വെച്ചാൽ CPM. കേരളത്തിന് പുറത്ത് അവരില്ലല്ലോ. അല്ല, കേരളത്തിന് പുറത്തും ഈ രാഷ്ട്രീയത്തിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ശക്തമായിട്ട് എതിർക്കുന്നത് BJP ആണ്. അവര് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലാണ് അത് പ്രകടമാക്കുന്നത്. കാരണം കേരളത്തിൽ ഇവരുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഇവിടെ ഈ അടുത്തയിടെ വളരെ ശക്തമായിട്ട് ഉയർന്നു വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ പേരെടുത്ത് വെച്ചാണ്. നിയമസഭയിലൊക്കെ അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നു. അത് വലിയ കുഴപ്പങ്ങളിലേക്കൊക്കെ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നേതാക്കൾ തമ്മിലുള്ള പറയാൻ പാടില്ലാത്തതായിട്ടുള്ള വാക്പ്രയോഗങ്ങൾക്ക് അത് കാരണമായി തീർന്നു. ഒന്ന് VD സതീശനും മറ്റൊന്ന് ശിവൻകുട്ടി. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ ഉള്ളത് സോണിയാഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി ഇല്ല, രാഹുൽ ഗാന്ധി ഇല്ല. പ്രിയങ്ക ഗാന്ധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ MP ആണ്. വയനാട്ടിലിപ്പോൾ വാർത്തകളുണ്ട്. കാരണം ചൂരൽമലയിലൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ വീടും ജീവനുമൊക്കെ നഷ്ടപ്പെട്ട ആളുകളുടെ അവശിഷ്ടങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ബാക്കിയുള്ള ആളുകൾ, അവർക്ക് ജീവിതം തുന്നിപ്പിടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടൗൺഷിപ്പ് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ളത് ഈ ഫെബ്രുവരിയിൽ കൈമാറും എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ദുരന്തത്തിൽപ്പെട്ടിരുന്നവരുടെ വായ്പകൾ എഴുതി തള്ളാൻ, അല്ലെങ്കിൽ ആ വായ്പകൾ സർക്കാർ ഏറ്റെടുത്തത് അത് ഇല്ലാതാക്കാനായിട്ട് തീരുമാനിച്ച തീരുമാനമൊക്കെ ഇത്രയും ഇത് രണ്ടും വളരെ ഗൗരവമായ തീരുമാനങ്ങൾ തന്നെയാണ്. ആ തീരുമാനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ശബ്ദവും നമ്മൾ കേൾക്കുന്നില്ല. കാരണം സർക്കാർ ഇങ്ങനെ കടം എഴുതി തള്ളും എന്ന് പറയുമ്പോഴും കടം എഴുതി തള്ളപ്പെടാതെ പോകുന്ന കുറച്ചുപേരെങ്കിലും കാണും. കുറച്ചുപേരെന്ന് പറഞ്ഞാൽ ഇവരുമായി ഇത് ഡയറക്റ്റായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിൻ്റെ കടമാണ് എഴുതി തള്ളും. പക്ഷേ ആ പ്രദേശത്തുള്ള പല ആളുകളും, കുടുംബശ്രീക്കാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ കടങ്ങളുണ്ടാകും. അവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കൂടി എഴുതള്ളണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള പരാതികൾ കേൾക്കാൻ യഥാർത്ഥത്തിൽ അവിടുത്തെ MP ഉണ്ടാവേണ്ടതാണ്. ആ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുമെങ്കിൽ പരിഹരിക്കേണ്ടതും MP തന്നെയാണ്. പക്ഷേ ആ MP എവിടെയെങ്കിലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കേരളത്തിൽ നിന്ന് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഗാന്ധി കുടുംബത്തിനകത്ത് റിഫ്റ്റ് കൊണ്ടാണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. കാരണം അവിടെ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന പ്രിയങ്കയുടെ ഭർത്താവ് പലപ്പോഴും അധികാരത്തിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അയാൾ ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെയാണ് അഫക്റ്റഡ് ആവുന്നത് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവർക്കത് ഇൽ ഫീലിംഗ് തോന്നിക്കഴിഞ്ഞാൽ
അവർ ചിലപ്പോൾ പല പരിപാടികളും പങ്കെടുക്കാതെ മാറിക്കാണുന്ന സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഷ്ട്രീയ പ്രവർത്തനം പരിശോധിക്കുന്ന സമയത്ത് അതിന് പല ഘട്ടങ്ങൾ ഒരു അമേച്ചർ ക്യാരക്ടർ അതിനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. വളരെ നന്നായിട്ട് പല ദിവസങ്ങളിലും അവരെന്ത് ചെയ്യും, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖ്യധാരയിലുണ്ടാകും. കുറേ കഴിയുമ്പോൾ നമ്മൾ അവരെ കാണില്ല. എവിടെയാണ് പോയതെന്ന് ചോദിക്കുന്ന സമയത്ത് പട്ടാനയിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ടൂറ് പോയി എന്നൊക്കെയുള്ള വാർത്തയായിരിക്കും പിന്നെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അങ്ങനെ ആകാൻ പാടില്ല. ശരിക്കും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്ട് 365 ദിവസവും അവർ അഭിസംബോധന ചെയ്യുന്നതായിട്ടുള്ള ജനത്തിൻ്റെ മുന്നിൽ നിന്ന് നടത്തുന്ന വലിയ പോരാട്ടമാണ്. ശരി, ആ പോരാട്ടത്തിൽ എപ്പോഴും അവരെ കാണണം, അവരുണ്ടാകണം. അത് പക്ഷേ പലപ്പോഴും രാഹുൽ ഗാന്ധി കാണിക്കാറില്ല, പ്രിയങ്ക ഗാന്ധി അത്ര പോലും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവരെ കേൾക്കാത്ത കുറേ ദിവസങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു എം പിയെ തിരഞ്ഞെടുത്ത് വിട്ടാൽ ആ എം പിയുടെ ചുമതല എന്ന് പറയുന്നത് ഇതേപോലെ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ ഇടപെടാനായിട്ടുള്ള സാന്നിധ്യമാണ്. ആ സാന്നിധ്യം വരുന്നില്ല. അങ്ങനെ വരാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ധന്യ പറയുന്നു അത് ആ കുടുംബത്തിനകത്ത് ഉള്ള വിഭാഗീയതയുടെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അതായത് വേണ്ടത്ര സോണിയാഗാന്ധി വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് പ്രിയങ്ക ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. പകരം പ്രാധാന്യം മുഴുവനും രാഹുൽ ഗാന്ധിയിലാണ്. രാഹുലാണ് അധികാര കേന്ദ്രം എന്ന സൂചനയാണ് നൽകുന്നത് എന്നാണ്. ഒരുപക്ഷെ അതുണ്ടാകാം. അതിനോടൊപ്പം ഇവരുടെ സ്വഭാവ സവിശേഷതകൾ, ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തന രീതികൾ, അതെല്ലാം അതിൽ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പിന്നെ ജനസേവനം ജീവിതോപാസിയായി എടുത്ത ഒരാളുടെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പക്വതയോടെ കാര്യങ്ങൾ നോക്കിക്കാണുക, പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പൊ ആര്യ രാജേന്ദ്രനൊക്കെ സംഭവിച്ചത് അതാണ്. പക്വത ഇല്ലായ്മയാണ് ഒരു പക്ഷേ കോർപ്പറേഷനൊക്കെ BJPക്ക് ഈസിയായി കയ്യെത്തിപ്പിടിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും ചില ഇപ്പോൾ പലസ്തീൻ അനുകൂല അല്ലെങ്കിൽ പലസ്തീനോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ എത്തിയത് പലസ്തീൻ അനുകൂല ബാഗും ഒക്കെ ധരിച്ചുകൊണ്ടാണ്. കാരണം ഈ ഭരണപക്ഷത്തോട് എപ്പോഴും പൊരുതുക, പോരാടുക എന്നുള്ളതിനപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്താൻ, കുറച്ച് ഫോട്ടോ എടുക്കുക, അത് പോസ്റ്റ് ചെയ്യുക എന്നതിലപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പുറമേ ജനസേവകനല്ല എങ്കിലും നാളെ അവർക്കിടയിൽ വോട്ട് ചോദിച്ചു പോകേണ്ടതാണ് എന്നുള്ള ഒരു ബോധമെങ്കിലും സാധാരണ രാഷ്ട്രീയക്കാർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ, എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറിക്കൂടാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായും അറിയാം. ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വലിയ സമരങ്ങളോ അല്ലെങ്കിൽ ഈ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരാത്തതിന്റെ എല്ലാ കുറവുകളും സോണിയാഗാന്ധിയുടെ മക്കളായ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്കും ഇല്ലേ? അല്ല, അവരത് പല ഘട്ടങ്ങളിലും പ്രകടമാക്കാറുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹം നടത്തിയ യാത്രകളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരുന്നു. ആക്ടിവിസ്റ്റുകൾക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഇമേജിന് തന്നെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇമേജിന് മാറ്റം വരുത്തൽ മാത്രമല്ല, ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുകയാണ് ചെയ്യുന്നത്. സമരങ്ങളിൽ ഇടപെടുന്ന സമയത്ത് സംഭവിക്കുന്നത് പോലെയുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ ഈ സമയങ്ങളിൽ ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ അനുയായികളും അല്ലെങ്കിൽ ജനങ്ങളും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. അത് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും, അവരുടെ അറിവിൽ മാറ്റം വരുത്തും, അവരുടെ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയത്തെ തേച്ചുമിനുക്കി മികച്ചതാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അത് രാഹുൽ ഗാന്ധി കുറേ നാളുകളായിട്ട് ആ അത്തരം പ്രക്രിയകളിൽ ഏർപ്പെട്ട് അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അമേച്ചർ ക്യാരക്ടർ നഷ്ടപ്പെടാത്തതാണ് ഇതിൻ്റെ പോരായ്മയായിട്ട് വരുന്നത്. അദ്ദേഹം പ്രൊഫഷണൽ ആയിരിക്കണം, പുള്ളി മുഴുവൻ നേരം 365 ദിവസവും എപ്പോഴും എവിടെ ഉണ്ടാവണം, ഈ രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയിലുണ്ടാവണം. അങ്ങനെ മുന്നണിയിലുണ്ടാകുന്ന സമയത്ത് മാത്രമേ അദ്ദേഹത്തിന് കാര്യങ്ങൾ നയിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ചെറിയൊരു ഗ്യാപ്പ് പോലും വലിയ ഗ്യാപ്പായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഇടമാണ് രാഷ്ട്രീയം എന്നുള്ളത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥിതി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് വലിയ തോതിൽ ഒരു ഇമേജ്
ഗാന്ധി കുടുംബം എന്ന നിലയ്ക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ നടത്തേണ്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ തന്നെ അവർക്ക് വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമുക്കറിയാലോ, പ്രിയങ്ക ഗാന്ധി വളരെ സജീവമായിട്ട് ഇടപെടേണ്ട ഒരിടമാണ് വയനാട്. പ്രത്യേകിച്ച് ദുരന്തത്തിന് ശേഷമുള്ള ജനങ്ങളുടെ പുനരധിവാസവും ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുകൊണ്ടുപോക്കും അതിൽ രാഷ്ട്രീയത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും പങ്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയുള്ള ഇടപെടൽ വേണമായിരുന്നു. അത് പക്ഷേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണങ്ങൾ ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കുടുംബത്തിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള അധികാര തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ആകാം. മറ്റൊന്ന് അവരുടെ രാഷ്ട്രീയ രീതികളിൽ വരുന്നതായിട്ടുള്ള നമ്മളുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ളതായിട്ടുള്ള കാഴ്ചപ്പാടുകളാവും, പലതുമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.